പന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയായ ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിശ്വാസ സത്യമാണ് പരിശുദ്ധ തൃത്വം. അതിനാൽ തന്നെ പരിശുദ്ധ തൃത്വത്തെ വിശദീകരിക്കുവാൻ നാം ഉപയോഗിക്കുന്ന ഉപമകൾക്കും ഉദാഹരണങ്ങൾക്കും അതിൻ്റേതായ പരിമിതികളുണ്ട്. ബുദ്ധിക്ക് അഗ്രാഹ്യമായ ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ വിശ്വാസത്തിൻ്റെ തികവ് നമുക്ക് ആവശ്യമാണ്. ഈ വിശ്വാസത്തിൻ്റെ നിറവില്ലാത്തപ്പോഴാണ് പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്നതും ത്രിത്വൈക ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നതും. പരിശുദ്ധ തൃത്വം എന്ന സത്യത്തെ ബൗദ്ധികമായി മനസ്സിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാരും തത്വശാസ്ത്രജ്ഞരും കാലാകാലങ്ങളായി നടത്തിയിട്ടുണ്ട്. ദൈവികമായ ഈ സത്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇവയ്ക്കൊന്നും സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറവും തൃത്വത്തെ സാധാരണക്കാരന് മനസ്സിലാക്കുവാൻ അനേകർ ഉപയോഗിക്കുന്ന ഉപമ വിശുദ്ധ കുപ്പർത്തീനോയുടേതാണ്. ഇറ്റലിയിലെ ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പൊട്ടനെന്ന് അവിടെയുള്ളവർ വിധി എഴുതിയ സാധാരണക്കാരനായ ഒരു പയ്യൻ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി സെമിനാരിയിൽ ചേർന്ന കുപ്പർത്തീനോയ്ക്ക് പഠനം എന്നും ബുദ്ധിമുട്ടേറിയതായിരുന്നു. അതിനാൽ കാലികളെ മേയ്ക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി. ഒരിക്കൽ ആശ്രമത്തിൽ പരിശുദ്ധ തൃത്വത്തെപ്പറ്റി തൻ്റെ ആഴത്തിലുള്ള പഠനങ്ങൾ ഒരു വൈദിക വിദ്യാർത്ഥി അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ അവയൊന്നും ഗ്രഹിക്കുവാനുള്ള ഭൗതിക നിലവാരം കുപ്പർത്തീനോയ്ക്കുണ്ടായിരുന്നില്ല. അന്നു രാത്രി തന്നെ കാണുവാൻ തൊഴുത്തിലെത്തിയ ബിഷപ്പ് ടർസോയുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇന്നും ഏറ്റവും നിസ്സാരമായി പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കുവാൻ നാം ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹം തൻ്റെ തോളിൽ കിടന്നിരുന്ന പുതപ്പെടുത്ത് അതിനെ 3 മടക്കി ശേഷം നിവർത്തിക്കൊണ്ട് പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണെങ്കിലും അവർ ഈ പുതപ്പ് പോലെ ഒന്നു തന്നെയാണ്. സ്നേഹമുള്ളവരെ, ത്രിത്വൈക രഹസ്യം നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ദൈവം ഒന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൽ 3 വ്യത്യസ്തരായ ആളുകളുണ്ട്. അവർ 3 പേർക്കും ഒരു ദൈവിക സ്വഭാവവും നിത്യതയും തുല്യതയുമാണുള്ളത്. പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഇത് നമുക്ക് നൽകുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്നു, യേശു പറഞ്ഞു, ഇനിയും വളരെയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ ഉയർത്തുന്ന ഒന്നാമത്തെ ചോദ്യം പരിശുദ്ധ തൃത്വത്തെപ്പറ്റി തന്നെയാണ്. അവർക്ക് കൃത്യമായ മറുപടികൾ നൽകുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ട് നമ്മിലും ഈ സംശയം പലപ്പോഴും രൂപപ്പെടാറുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അത് ദൈവത്തിന് അസാധ്യമാണെന്ന് നാം കരുതരുത്. വിശ്വാസത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നവയാണ്. എന്നാൽ മറ്റു ചിലത് കൃപയുടെ സഹായത്താൽ മാത്രമേ സാധിക്കൂ. നമുക്ക് മനസ്സിലാകാത്ത വിശ്വാസ സത്യങ്ങളെ മനസ്സിലായില്ല എന്ന് എളിമയോടെ അംഗീകരിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനും മനസ്സിലാക്കുവാൻ സാധിക്കുന്നവയെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, നമ്മിൽ പലർക്കും സുപരിചിതമായ വാക്കാണ് ഉബുണ്ടു. സൗത്ത് ആഫ്രിക്കയിൽ രൂപപ്പെട്ട ഈ ദൈവശാസ്ത്രത്തിൻ്റെ അർത്ഥം ഞാനായത് നിങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഐ ആം ബിക്കോസ് യു ആർ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനായിരിക്കുന്നത്. മനുഷ്യന് ഏകനായി ജീവിക്കുവാൻ സാധിക്കയില്ല എന്നും നമ്മുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും നന്മയ്ക്കും തിന്മയ്ക്കും കുറവിനും നിറവിനും പിന്നിൽ ഒരു പരിധിവരെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സ്വാധീനമുണ്ടെന്ന് രണ്ടാമതായി ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ തൃത്വവും നമ്മെ പഠിപ്പിക്കുന്ന പാഠവും ഇതുതന്നെയാണ്. തൃത്വം 3 പേരുടെയും കൂട്ടായ്മയാണ്. ഒരാൾ മറ്റൊരാളെ പൂർണ്ണമാക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്ത വ്യക്തികളാണെങ്കിൽ തന്നെയും അവർ 3 പേരും പരസ്പരം മറ്റൊരാളുടെ ശുശ്രൂഷ പൂർണ്ണമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നാം ഇപ്രകാരം കാണുന്നത്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾക്ക്, നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുവാൻ കഴിയും. അതിനാൽ ചുറ്റുപാടുകളെ കുറ്റം വിധിക്കാതെ, കൂടെയുള്ളവരെ മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം
നാം ആകുന്നത് നമുക്ക് ചുറ്റും ഇവർ ഉള്ളതുകൊണ്ടാണ്. അതോടൊപ്പം എൻ്റെ ചുറ്റുമുള്ളവരുടെ വളർച്ചയ്ക്കും നന്മയ്ക്കും പോഷണമാകുന്നതും അവരുടെ തളർച്ചയ്ക്കും കുറവുകൾക്കും കാരണമാകുന്നതും ഞാൻ തന്നെയാണെന്ന് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എൻ്റെ ദൈവത്തിന് അസാധ്യമാണെന്ന തെറ്റിദ്ധാരണ പൂർണ്ണമായി മാറ്റുവാനും ഞാനായത് നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന തിരിച്ചറിവിൽ ജീവിക്കുവാനും അതുവഴി ചുറ്റുമുള്ളവരെ അല്പം കൂടി ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് അല്പം കൂടി മെച്ചപ്പെട്ടവരായി ജീവിച്ച് നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ കുറച്ചും കൂടി മനോഹരമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.